ഇന്ന് നമ്മൾ പലപ്പോഴും വിവാഹത്തിൽ കൂടെ കിട്ടുന്നത് ഒരു ചെങ്ങലയാണ്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ രീതി ഒട്ടും തന്നെ ഗുണപ്രദമല്ല എന്നുള്ളതാണ്. ബസ്സിന്റെ പുറകിൽ മുമ്പിലിരുന്ന് കണ്ടു എന്നുള്ളതായിരിക്കാം ഇവർ തമ്മിൽ. അല്ലെങ്കിൽ മറ്റേ ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവാഹത്തിൽ നിന്ന് സ്ത്രീകൾ പിന്മാറുന്നത് എന്തുകൊണ്ട് വന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സംഗതി ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ ആ വീഡിയോനൊന്ന് റിയാക്ട് ചെയ്യുന്നു കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് തട്ടുകൊടുപ്പുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണം മാത്രം. വീഡിയോ ഞാൻ ഫുള്ള് കണ്ടില്ല, ആദ്യത്തെ ഒരു 10-15 സെക്കൻഡ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് ലൈവായിട്ടൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു ശ്രമം മാത്രമാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ല് ബട്ടണൊന്ന് ഞെക്കുക. ഓക്കെ, എന്നിട്ട് ഓളിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു? വഴി മെസ്സേജ് എന്നുള്ള അക്ഷരങ്ങൾ അയച്ചിട്ടുള്ള ബന്ധങ്ങളായിരിക്കും വർഷങ്ങളായിട്ട്. നമ്മളിപ്പോ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു 10 സ്ത്രീകളെ എടുത്തിട്ട് വിവാഹം ഒരു ബേസാണോ അല്ലെങ്കിൽ വിവാഹം ജീവിതത്തില് പ്രധാനമാണോ, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 8 സ്ത്രീകളും പറയുന്നത് വിവാഹം ജീവിതത്തിൽ വേണ്ടാന്നായിരിക്കും. ശരിക്കും ഇവിടെ കണക്ക് പറയുന്നുണ്ട്. 10 സ്ത്രീകൾ എടുത്തിട്ട് അതിൽ വിവാഹം കല്യാണം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 8 സ്ത്രീകളും വേണ്ടാന്ന് പറയത്രേ. പക്ഷേ ഇതിൽ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ സെലക്ട് ചെയ്യണ 10 പേരില്ലേ, ഈ 10 പേര് ഏത് ആറ്റിറ്റ്യൂഡുള്ള 10 പേരാതെ കൂടി ഉണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള 10 പേരായിട്ട് സെലക്ട് ചെയ്ത് വിചാരിക്കുക. നമ്മളിപ്പോൾ റാൻഡമായിട്ട് എടുക്കുമ്പോൾ 10 പേര് സെലക്ട് ചെയ്തു. അത് ചിലപ്പോൾ ഒരു പക്ഷേ 10 പേരും കല്യാണം വേണമെന്ന് പറയും. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത 10 പേരാണെങ്കിലോ ഈ 10 പേരും പറഞ്ഞ് കല്യാണം വേണ്ടാന്നായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു പൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 8 പേര് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, 2 പേര് വേണമെന്ന് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ഈ കണക്ക് വെച്ചിട്ടാണ് അവർ സംസാരിക്കണത്. കണക്കിൽ എന്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനമാണ്. കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് അവർക്കത് വേണം എന്നുള്ളത്. വ്യക്തിപരമായിട്ട് വിവാഹം ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. 40 കൊല്ലം മുമ്പ് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ ജ്യോതി നാരായൺ അവരുടെ അനുഭവമായിട്ട് പറയുന്നു. എന്നിട്ട് കുറച്ച് ഫിലോസഫി, കുറച്ച് ഉപദേശങ്ങളൊക്കെ വരും. ആയി ഇങ്ങനെ വെച്ച അടിപൊളിയാവൂലേ. അർത്ഥം കാണാനില്ല, സൗഹൃദം വേണ്ട എന്നുള്ളതല്ല, അടിമത്തം വേണ്ട എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും വിവാഹത്തിൽ കൂടെ കിട്ടുന്നത് ഒരു ചെങ്ങലയാണ്. അത് ആർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ഒരു എന്താ പറയുക, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് പറയുന്നതെങ്കിലും കൂടുമ്പോൾ ഒട്ടും ഇമ്പമില്ലാത്തൊരു സ്ഥലമാണ്. ഏറ്റവും ബാധ്യതയായിട്ട് കുടുംബത്തിൽ നിന്ന് നമ്മൾ സന്തോഷിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹം. അല്ലാതെ സന്തോഷിക്കാൻ വീട്ടിലേക്ക് വരികയല്ല, വീട്ടിൽ നിന്ന് പുറത്തു പോയി സന്തോഷിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിമത്തമായി വിവാഹം മാറിയിരിക്കുന്നു. ഇത് തിരിച്ചറിയുന്നു ആളുകൾ. അത് വേണ്ടാന്ന് പറഞ്ഞത് എല്ലാ കാലത്തും ഇതിന്റെ ഒരു തുടർച്ച തന്നെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ആളുകൾ തിരിച്ചറിയുന്ന അടിമത്തമാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് കുതറി മാറാൻ ആളുകൾ ശ്രമിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. വിവാഹം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ അതുകൊണ്ട് മനുഷ്യനും തമ്മിലുള്ള ബന്ധം വേണ്ടെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ബന്ധം വേണ്ട, ബന്ധം വേണ്ടെന്നായിരിക്കും അഭിപ്രായം. ബന്ധം വേണം, വിവാഹം വേണ്ടെന്ന്. അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധം ഇവർ ഉദ്ദേശിക്കണത്? ബന്ധം ഉണ്ടായിക്കോട്ടെ, കല്യാണം വേണ്ടെന്ന് പറയുന്നത്. കല്യാണം എന്ന് പറയുന്നത് അടിമത്താണെന്ന്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് സംഗതി ക്ലിയർ ആയില്ല കേട്ടോ. ഇഷ്ടമുള്ള ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ആളുകള് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നോക്കാനുള്ള ബാധ്യത 2 പേർക്കും ഉണ്ട്. കാരണം അത് മൂന്നാമതൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സമാധാനമായിട്ട് അവരൊരു വ്യക്തിയായിട്ട് മാറുന്നവരെ ചുരുങ്ങിയത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് 18 വയസ്സ് വരെയെങ്കിലും അവരെ കംഫർട്ടായിട്ട് ജീവിക്കാൻ, സുരക്ഷിതമായിട്ടും സന്തോഷപ്രദമായിട്ടും അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാനുള്ള ബാധ്യത ഇവർക്ക് 2 പേർക്കുണ്ട്, സമൂഹത്തിനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണത് ഇവർ കല്യാണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണത് അതായത് ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിൽ എപ്പോഴാണ് ഈ ഒരു ബന്ധത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാമുകയാണ് വിചാരിക്കാം, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളാണ് വിചാരിക്കുക. ഇവരെപ്പോഴാണ് ഒരു കല്യാണം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണമെന്നും സൊസൈറ്റി പറയുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് തോന്നുക? അവർ ഭാര്യയും ഭർത്താവും ആവുന്നത് എപ്പോഴാണ്? കല്യാണം കഴിക്കുമ്പോഴില്ല. അതായത് ചിലവർ നിയമപരമായി കല്യാണം കഴിക്കും, ചിലവർ അമ്പലത്തിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മാല ഇടണുണ്ടായിരിക്കും അല്ലേ. എന്തായാലും അങ്ങനെ ജീവിക്കും. അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണോ ഇവർ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് പറയും? ഇവിടേക്ക് വന്നത് ഇങ്ങനെ ഒരു സാധനം അല്ല തോന്നുന്നു. ഇവർ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുള്ള
ഒരു റിലേഷൻഷിപ്പ്, അതാണോ കല്യാണം, അതാണോ സ്ത്രീകൾക്ക് വേണ്ടാന്ന് പറയണത്? സ്ത്രീകൾ അതിൽ നിന്നാണോ പിന്മാറാൻ ആഗ്രഹിക്കണവരാണെന്ന് പറയണത്? എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പൊ അതല്ലാതെ ഒരു വിവാഹം, അപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കണ കപ്പിള് ഉള്ള, ഭാര്യയും ഭർത്താവുള്ള രണ്ട് വ്യക്തികളുള്ള, അത് വിവാഹമല്ലേ? കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കണ ഒരു മാരീഡ് റിലേഷൻഷിപ്പ്, അത് മാരേജ് അല്ലേ? എന്താ ഇവർ ഉദ്ദേശിക്കണത്? ഇന്നത്തെ ഈ രീതി ഒട്ടും തന്നെ ഗുണപ്രദമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഒരു 40 വർഷം മുമ്പ് അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നത്? കാരണം ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-20 വർഷമായിട്ടാണ് കൂടുതലായിട്ട് സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് 10 വർഷമായിട്ടാണ് കൂടുതൽ സ്ത്രീകളും ഒരു 28-30 വയസ്സ് വരെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം ഇതാണ് എന്നൊരു ചിന്താഗതിയിലേക്ക്. 40 വർഷം മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ, ഞാൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും. അച്ഛനും അമ്മയ്ക്കും അത്ര ഒരു കംഫർട്ടായിട്ടുള്ള, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് മനുഷ്യരായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അമ്മയുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് മക്കള് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇപ്പൊ അധികാരം ഒന്നും സ്ഥാപിച്ചിട്ടല്ല, പക്ഷെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ ഉണ്ടാവേണ്ട കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത് ഇവരുടെ വീട്ടിലുള്ള ഒരു കാര്യം പറയണത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എത്ര തന്നെ സെറ്റാണെന്ന് പറയുന്ന രണ്ടാളുകളായാലും കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രോപ്പർ ആവണമെന്നില്ല. അതൊരു തരം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അതേപോലെ മറ്റാൾക്ക് മനസ്സിലാവണം നമുക്ക് ആശ പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും വളർന്നു വരുന്ന അന്തരീക്ഷം, അവർ എക്സ്പോഷർ, അവർ വായിക്കുന്ന പുസ്തകങ്ങൾ, അവർ കാണുന്ന സിനിമകൾ, അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അറിവുകൾ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലാവണത്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ മൈൻഡിൽ കയറി എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ, എൻ്റെ അതേ ലെവലിൽ നിന്നാലും എനിക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ലെവലിൽ നിന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഒരു എക്സ്പോഷർ, എൻ്റെ ഒരു പൊട്ടത്തരങ്ങൾ, എൻ്റെ ഒരു വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും ഞാൻ പറയുന്ന സാധനം നിങ്ങൾക്ക് ആ ലെവലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാവുണ്ടാവും ഇതാണ് പോയിൻ്റ് എന്നൊക്കെ. പക്ഷേ ഞാൻ പറയണ അതേ സാധനം ആ രീതിയിൽ ഫീൽ ചെയ്യുക എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ റോബോട്ടിനെ പോലെ ഞാനൊരു കാര്യം സംസാരിച്ചു, അത് അതേപോലെ കൂടെ മൈൻഡ് കയറുക എന്ന് മാത്രമല്ലല്ലോ. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ട്. ആ സാധനം ഫീൽ ചെയ്യുക, അതുപോലെ ആ ഇമോഷൻസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അത് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ചില ആളുകൾ തിങ്കിങ്ങിന്, ലോജിക്കിന് നല്ല പ്രാധാന്യം കൊടുക്കണവരായിരിക്കും, ചിലർ ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ചില ആളുകൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. നമ്മുടെ ഒരു ഇൻ്റലിജൻസും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇമോഷൻസും ഒക്കെ പറയും. അത് ഇറ്റ് ഡിഫേഴ്സ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഏത് റിലേഷൻഷിപ്പുകളിലും ഇതിൻ്റേതായ ബുദ്ധിമുട്ട് എന്നല്ല, അതിൻ്റേതായ ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റാൻ സാധിക്കുമായിരിക്കും. എന്നിട്ടും സെറ്റാവാത്ത ആളുകളും ഉണ്ട്. അതിപ്പോൾ എന്തപ്പോൾ ചെയ്യാം? എന്താ പറയണ രീതിയിലായിരുന്നു. ഒരാൾ അധ്യാപികയായിരുന്നു, രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിലുള്ള ഒരാളായിരുന്നു, ഒരാൾ അമ്പലത്തിലെ പ്രീസ്റ്റ് ആയിരുന്നു. ഇവര് തമ്മിൽ ഇതാണ് കാര്യം. കമ്മ്യൂണിക്കേഷൻ ഒരു ഇതുമില്ല. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നതിന് ഈ കുടുംബം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വലിയൊരു പ്രാരാബ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ചുറ്റും നോക്കുമ്പോഴും എല്ലാ സ്ത്രീകളും ഈ ഇതിങ്ങനെ വലിച്ചോണ്ട് പോണത്, ജീവിതം വലിച്ചോണ്ട് പോണതാണ് ഞാൻ കണ്ടേ. അല്ലാതെ കുടുംബത്തിൽ വളരെ ആഹ്ലാദകരമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമൊന്നും എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റിയിട്ടില്ല. പ്രാരാബ്ധം എത്തി വെക്കുന്നത് പോലെയാ. അങ്ങനെ ഒരു പ്രാരാബ്ധം ഞാൻ എന്തിനാ വെക്കണേ എന്നുള്ളതാണ്ടാണ് സ്വന്തമായിട്ട്. ഇവർ രണ്ടുപേരും ഇവരുടെ അച്ഛനും അമ്മയും രണ്ട് വ്യത്യസ്ത ഫീൽഡുകളിൽ നിന്ന് പറഞ്ഞവരാണ്. രണ്ടുപേരും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻറ്റാണ്. രണ്ടുപേരും കാണുന്ന ആളുകൾ, അവരുടെ ഒരു വൈബ് വളരെ ഡിഫറെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ പൂജാരിയാണ്, ഒരാൾ അധ്യാപികയായിരുന്നു. അധ്യാപിക ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആ നിലപാടുള്ള ആളെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ പൂജാരി, ഇപ്പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി വേറൊരു വൈബ്, വേറെ എക്സ്പോഷർ കിട്ടുന്ന ആളുകൾ. അപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ട് അവിടെ തല്ലുണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റല്ല എന്ന് തോന്നി, അല്ലെങ്കിൽ അവർ തമ്മിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് തോന്നി പരസ്പരം ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ലോജിക്ക് എന്താണ്. അപ്പോൾ ഇവർക്ക് കോമ്പാറ്റബിളായ ഒരു പാർട്ട്ണർ ഇവർക്ക് കിട്ടുകയാണെങ്കിലോ അപ്പോൾ കുറച്ച് ഡെലിവറി വരെ. ഞാൻ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണതല്ല, ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് ഡൗട്ടുകൾ, പൊട്ടത്തരങ്ങൾ, പ്രാന്തത്തരങ്ങൾ ഇങ്ങനത്തെ ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഒരു രസം, ഒരു മനസുഖം. തീരുമാനം എടുക്കുക, അതുകൊണ്ട് സ്വയം പഠിക്കുക, ജോലി കിട്ടുക, സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, അതേപോലെ തന്നെ കാശുണ്ടാക്കുക, ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കല്യാണം കഴിക്കണ്ടോ ഇല്ലേന്ന് പിന്നത്തെ കാര്യം. പിന്നീട് ഞാൻ ജീവിതത്തിൽ ഒരു പങ്കാളിയെ കണ്ടുപിടിച്ചു. ഈ പങ്കാളിയായിട്ട് ഈ പറയണ നമ്മള് അങ്ങനെ ഈ പറയണ മാതിരി തിയറി പറയണ മാതിരി ഒന്നും ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള സൊസൈറ്റി നമ്മളെ ഇതിൽ തന്നെ കൊണ്ടുപോയി എത്തിക്കും. പിന്നെ മാത്രമല്ല, ഭൗതികമായിട്ട് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക, നമ്മൾ ജീവിക്കാനായിട്ട് വൃത്തിയാക്കുക, നമ്മുടെ വസ്ത്രം കഴുകുക, ഇങ്ങനെ ഈ പുനരുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരുപാട് അധ്വാനമുണ്ട്. ഈ അധ്വാനത്തിന് സമയവും ബുദ്ധിയും പണവും ഒക്കെ ചെലവുണ്ട്. ഇതിനെ കുറിച്ച് ആരും ബോധേടല്ല. ഇത് നമ്മുടെ അധ്വാനത്തിലും മിക്കവാറും ഇതിലെ കുടുംബങ്ങളിൽ സ്ത്രീയുടെ അധ്വാനത്തിലും സമയത്തിലുമാണ് പോകുന്നത്. അപ്പൊ സ്ത്രീക്ക് ഇതില് ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ പിന്നെ സോഷ്യൽ ബന്ധം നിലനിർത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ഈ കുടുംബത്തിന്റെ ആ ഒരു ചട്ടക്കൂടിലേക്ക് ചെന്ന് എത്തപ്പെടുന്നുണ്ട്. എത്ര കൊതറി മാറാൻ ശ്രമിച്ചാലും നമ്മൾ അതിൽ തന്നെ ചെന്ന് പെടുന്നുണ്ട്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഡിസ്കസ് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, നമ്മൾ ഇമോഷണലി എത്രത്തോളം ഒരാളോട് ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കരിയർ എത്രത്തോളം സെറ്റാണ്, അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആ ഒരു കോമ്പാറ്റിബിലിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ചില ഒരു സെക്ഷൽ കോമ്പാറ്റിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കണവർ. എന്തായിക്കോട്ടെ, ഇതൊക്കെ ആവശ്യം തന്നെയാണ്. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ ഒരു ആഗ്രഹം, എന്താ പ്ലാൻ എന്താണ്. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ വിചാരിക്കണമെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി, വേറെ ചിലർ അല്ല പെട്ടെന്ന് കുട്ടികൾ വേണം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ വരും. അപ്പോൾ ഇത് ഇവർ ഡിസ്കസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവസാനം അടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വല്ലാണ്ട് ത്യാഗം ചെയ്തു, നിങ്ങളെന്താണ് അറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശ്നം സാധ്യതയുണ്ട്. അതേപോലെ ഫാമിലി മേക്കിങ്, അതേപോലെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും, അതൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ബാംഗ്ലൂരെ ജോലി, ഒരാൾക്ക് എറണാകുളത്തെ ജോലി വിചാരിക്കുക, ഇവരുടെ വീട് തിരുവനന്തപുരത്താണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാസർഗോഡാണ് വിചാരിക്കുക. അപ്പോൾ ഇവരിത് എങ്ങനെ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യും, ഇവരെങ്ങനെ ഒരുമിച്ച്, ഇവരെങ്ങനെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, 2 വ്യത്യസ്തമായ ജോലിയാണ് വിചാരിക്കുക. അപ്പോൾ അവർ എക്സ്പോഷറും വൈബും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും, 2 വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഇതിന് ശേഷം ഡിസ്കസ് ചെയ്തതിന് ശേഷമൊക്കെ കല്യാണം കഴിക്കാമെന്നൊരു സാധനം, അങ്ങനൊരു ഇതില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആവാം, മേ ബി, ദെയർ ഇസ് എ ചാൻസ്. അതല്ലാത്ത സ്ത്രീകൾ അല്ലാണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, സ്ത്രീകൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുക, അങ്ങനെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. അതായത് പുരുഷന്മാരും ഇപ്പോൾ പുരുഷന്മാർക്കും പണിയൊക്കെ എടുത്തോടെ, അടുക്കളയിൽ പാത്രം കഴിക്കൂടെ, കുക്ക് ചെയ്തോടെ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സ്ത്രീകളുടെ അധ്വാനത്തിന്റെ പുറത്ത് ജീവിക്കേണ്ടി വരും. അതാണ് പ്രശ്നം പലപ്പോഴും. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അധ്വാനിച്ച് ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുകയും ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനരുൽപാദനവുമായി നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അധ്വാനമുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും ഈ അധ്വാനത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പുതിയ ഒരു തലമുറ ചെയ്യേണ്ടതും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മിക്ക സ്ത്രീകളും ഈ പറയുന്ന പോലെ പറഞ്ഞ പോലെ തീരുമാനത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് അത്ര വേണ്ട, അല്ലെങ്കിൽ ഞാൻ കണ്ട എന്റെ അച്ഛനും അമ്മയും ജീവിതം അത്രത്തോളം ഭയങ്കര സന്തോഷമുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവരും തിരഞ്ഞെടുത്തേനെ ഒരു വിവാഹ ജീവിതം അടിപൊളിയാണ്. ഞാൻ ഒരു കാര്യം പറ്റാം, അതായത് നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ റിലേഷൻഷിപ്പ്, മാരേജ് വളരെ ബാഡായിരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവരും കല്യാണം കഴിക്കൂല അങ്ങനെ വിചാരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇല്ലല്ലോ, അല്ല ഇവരത് ഉദ്ദേശിക്കണമെന്നല്ല, എനിക്ക് ഇതിനിടെ തോന്നിയ സാധനമാണ്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കാണുന്നത് അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടിയാണ് വിചാരിക്കുക. ഒരു പക്ഷേ നമുക്ക് കല്യാണം കഴിക്കാൻ പേടിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായില്ലായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നാൻ ചാൻസ് ഇല്ലേ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അടിപൊളി ഒരു ഫാമിലി ലൈഫ് നമുക്ക് വേണമെന്ന്, നമ്മൾ നല്ല അച്ഛനും അമ്മയും ആവണമെന്ന്, അങ്ങനെ ആളുകളുണ്ട് ഇല്ലേ. അതേപോലെ വീട്ടിൽ കാണുന്ന അച്ഛനും അമ്മയും വീട്ടിൽ കാണുന്ന അച്ഛനും അമ്മയും, വീട്ടിലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ രസമായിട്ട് അടിപൊളിയായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ലെവലിലാണ് വിചാരിക്കുക. ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് കല്യാണം വേണ്ട എന്ന് വിചാരിക്കേണ്ട, അത് അത്യാവശ്യം തിങ്കിങ് ഉള്ള ആളുകൾ ചിലപ്പോൾ ഈ പുറമേ ഉള്ള ഈ സന്തോഷം കാണിക്കണതിനപ്പുറത്തേക്ക് അതിൽ വരാവുന്ന ചില ട്രാപ്പുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അവർ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കാം. അതുകൊണ്ട് അങ്ങനെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്ന അച്ഛനമ്മ എപ്പോഴും അടിയാണ് വിചാരിച്ചാൽ നമുക്ക് കല്യാണമേ വേണ്ടെന്നൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനിക്കണമെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകളും സ്വന്തം വീട്ടിൽ നിന്ന് അത് കണ്ടിട്ടായിരിക്കാറില്ല. വീട്ടിൽ മാത്രമല്ല, ഇപ്പൊ ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ രൂപപ്പെടുത്തുന്ന പണ്ടത്തെ പോലെ വീട്ടിൽ മാത്രമൊന്നുമല്ല, വീട്ടിൽ നിന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ഇപ്പം ജാതി മത ആചാരങ്ങൾ ഉണ്ട്. ഇതൊക്കെ കാണുന്ന ആളുകൾ പേടിച്ച്
വല്ലാത്തൊരവസ്ഥയാണ്. കാരണം കോമൺ സെൻസ് ഉള്ള സ്ത്രീകൾക്കൊന്നും ഇന്നത്തെ ജാതിമത ആചാരങ്ങളെ ഒരു തരി പോലും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇത് നമുക്ക് സ്വയംബോധമുള്ള സ്ത്രീകൾക്ക്, അല്ലാത്ത സ്ത്രീകൾക്ക് പ്രശ്നമില്ല, ഇതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇതിന്റെയൊക്കെ പാർട്ടാവാൻ പറ്റും. അതുപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിക്കുക, മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വിവാഹ രീതി എന്ന് പറയുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് കുട്ടികൾ മാറി ചിന്തിക്കും. കുട്ടികളെ മനുഷ്യര് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരും. അതായത് വ്യക്തിത്വബോധം എന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയുറവ് വെച്ചിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വാലിറ്റി അടിയുറവ് വെച്ചിട്ട് പരിപാടികൾക്ക് നിൽക്കില്ല. അങ്ങനെ നിൽക്കണം നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും അത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലരും ഇൻലോസ്, അതായത് ഇവർ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മായിച്ചനും അമ്മായിയമ്മ ഇവർ ഇവിടുന്നൊക്കെ മാറിയിട്ട് വേറെ വീട് വെച്ച് അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കുന്നത് അതുകൊണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, പുറമേയുള്ള ആളുകൾ ഇതിൽ കൈ കടത്തണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു, ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ എറണാകുളമാണെന്ന് വിചാരിക്കുക ജോലി ചെയ്യുന്നതെന്ന്. ഇവരുടെ ഭാര്യയുടെ വീട് ഇപ്പോൾ കാസർഗോഡും ഭർത്താവിൻ്റെ വീട് തിരുവനന്തപുരമാണ് വിചാരിക്കാം. ഇവർ ചിലപ്പോൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ പാലക്കാട് വന്നിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവർ ഫ്ലാറ്റ് ചിലപ്പോൾ പാലക്കാടായിരിക്കും, അങ്ങനെയൊക്കെ സാധ്യത. അല്ലെങ്കിൽ ബാംഗ്ലൂരായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരമായിരിക്കും, എവിടെ ആയിക്കോട്ടെ. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ, ഭാര്യയും ഭർത്താവും മാത്രം മതി നമ്മുടെ ലോകത്ത്. അപ്പം നമ്മളല്ലേ പരസ്പരം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വേറൊരാൾ വേണ്ട എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് ആഹ്ലാദത്തെക്കാൾ കൂടുതൽ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും വരുന്നത് കൊണ്ടാണല്ലോ അവരത് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമായി ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ബ്രേക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലാന്ന്. എന്ത് കണ്ടിട്ടില്ലാന്ന് ഉണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അവളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഒരു സിനിമാ നടിയില്ലേ, സിനിമാ നടി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. മറ്റേ അത് വളരെ വിവാദമല്ല, ഭയങ്കര ട്രോളൊക്കെ പിടിച്ചു പറ്റിയ ഒരു ബുക്ക്. ആക്കിയ പേരുകൾ മൈൻഡിൽ നിൽക്കില്ല, അതാണ് പ്രശ്നം. നീനയാണോ എന്തോ പേര് ഞാൻ മറന്നു. അതായത് ഒരു മറ്റേ ISROയിൽ ഒരാളായിട്ട് കല്യാണം കഴിച്ചത്. ഇതിനിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞല്ലോ എന്തോണ്. അതായത് സംഗതി ഇത്രയാണ്, പോലീസ് വേഷമൊക്കെ ചെയ്തുള്ളൂ. മറ്റേ സ്പിരിറ്റ് സിനിമയിൽ പോലീസ് ജേർണലിസ്റ്റോ പോലീസായിട്ട് വേഷം ഉള്ള ലെനയുടെ ഭർത്താവുമായിട്ട് ആദ്യ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയത്. എങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, അടിപൊളിയായിരുന്നു, ലൈഫൊക്കെ അടിപൊളിയായിരുന്നു പറയുന്നത്. അപ്പം പിന്നെ രണ്ടുപേർക്കും നമുക്ക് നമ്മുടെ 8ാം ക്ലാസ് മുതൽ എന്തോ അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ എന്തോണ് പറഞ്ഞിട്ട് ഓർമ്മ ഇൻ്റർവ്യൂകളിലൊക്കെ. അവർ ഡിവോഴ്സ്ഡ് ആയത് എന്താണ് കച്ചറുണ്ടായിട്ടും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല. അവർ ഹാപ്പി ആയിരുന്നു അതിൽ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ അവർക്കും തോന്നിയത് രണ്ടുപേർക്കും വ്യക്തിത്വബോധമുള്ള ആളുകളായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട്, അപ്പം നമുക്ക് എങ്ങനെ പോവാം. അവരിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് പറയുന്നത്. ലെന എന്നിട്ട് വേറെ കല്യാണം കഴിച്ചു. ചിലപ്പോൾ ഒരുപക്ഷെ ഹാപ്പി അല്ലായിരിക്കാം, പുറത്ത് പറയുന്ന വേറെ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ആവും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്താവോ, ഞാൻ കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പുരുഷൻ കുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും വിവാഹം വേണ്ടാന്ന് പറയുന്ന ആളുകളുണ്ട്. അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് കുടുംബത്തിൽ നിന്നുണ്ട്, ജാതിമത ആചാരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരുന്ന ഇതുകളുണ്ട്, നമ്മൾ മാധ്യമങ്ങൾ വഴി കാണുന്ന ഇതുകളുണ്ട്. ദിവസം പത്രം വായിക്കണം ഒരാളും കല്യാണം കഴിക്കില്ല. കാരണം അത്രയും സ്ത്രീ പീഡനങ്ങളും അത്രയും ഗാർഹിക പീഡനങ്ങളുമാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് നടത്തണേന്നുള്ളൊരു അവസ്ഥയല്ല. അപ്പൊ അത് 2020 ദിവസം കല്യാണം ദിവസവും പേപ്പർ വായിക്കുന്ന ആളുകൾ ആരും കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദിവസം പേപ്പർ വായിക്കാത്ത ന്യൂസ് ശ്രദ്ധിക്കാത്ത ആളുകളാണോ കല്യാണം കഴിക്കണത്? ശേഷം എനിക്ക് തോന്നുന്നു കുറേ അധികം കേസുകൾ ഡെയിലി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലവ് മാരേജസിനാണ് പ്രശ്നമെങ്കിൽ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം അറേഞ്ച് മാരേജിന്റെ പ്രശ്നങ്ങളാണ് വരുന്നത്. അതിൽ എനിക്കൊരു ഈ ലവ് മാരേജ് എന്ന് പറയണേലും എനിക്ക് വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഈ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റേതാക്കണം എന്നുള്ള ഒരു ബോധത്തോടെ വരുന്ന ഒരു ലവ് ആണ്. ലവ് എന്ന് പറഞ്ഞാൽ എന്റേതാക്കണം എന്ന് മാത്രം ആവണമെന്നില്ല. അതല്ലെങ്കിൽ ദിവസം ബസ്സിൽ പോകുമ്പോ മറ്റേ ബസ്സിന്റെ പുറകിൽ മുമ്പിലിരുന്ന് കണ്ടു എന്നുള്ളതായിരിക്കാം ഇവർ തമ്മിൽ. അല്ലെങ്കിൽ മറ്റേ വാട്സപ്പ് വഴി മെസ്സേജ് വാ പോ എന്നുള്ള അക്ഷരങ്ങൾ അയച്ചിട്ടുള്ള ബന്ധങ്ങളായിരിക്കും. വർഷങ്ങളായിട്ട് ബന്ധമെന്ന് പറഞ്ഞാൽ ആ കൂടെ ഇങ്ങനെയുള്ള ഒരു പരിചയമാണ്. പക്ഷെ ഒന്നിച്ച് ജീവിതം എന്ന് പറയുന്നത് അതല്ല. ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്, ഒരു സുഹൃത്താണെങ്കിൽ പോലും ഇന്നലെ വരെയുള്ള എന്റെ പല കാര്യങ്ങളിലും മാറ്റം ആവശ്യമുണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നത് ചെയ്യാം,
ഒരാളെ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബമാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ, ആദ്യം പറഞ്ഞ ഈ അധ്വാനത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുന്ന ഇതുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൂടെ 8 വർഷം പരിചയമുള്ള ഒരാളെയാണ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആ 8 വർഷം മുമ്പ് കണ്ട് ആളോ ജീവിതമായിരുന്നില്ല പിന്നീട് ഞാൻ കാണുന്നത്. ഞങ്ങളെപ്പോഴും ഞാൻ തമാശ പറയാറുണ്ട്, ഞങ്ങൾ എന്നും സിനിമയെ കുറിച്ചിട്ട് തർക്കിക്കും, OV വിജയന്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കും, സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തർക്കവും വാദവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അതിന് മുമ്പ് 8 വർഷം ജീവിച്ചത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ പറയുന്നത്, അയ്യോ പരിപ്പ് തീർന്നു, ചായ മേടിച്ചിട്ടില്ല, നാളെ അമ്മയുടെ കുഴമ്പ് മേടിക്കണം, മറ്റാള് കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോകണം, പിന്നെ ചവിട്ടി മേടിക്കണം, റേഷൻ കാർഡ് ശരിയാക്കണം, കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. ഇതായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ. അപ്പൊ അത് അവസാനം എനിക്ക് ഭ്രാന്തായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ. ശരിയാണ്, സംഭവം ശരി കേട്ടോ. ഇത് പലരും പ്രേമിച്ചെടുക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോമ്പാറ്റബിൾ, ഞങ്ങൾ ഭയങ്കര സിങ്കാണ്. എൻ്റെ സെറ്റായി അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ നമ്മൾ അടിപൊളിയാണ്, നമുക്ക് കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കണ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ കല്യാണം ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് ലവ് മാരേജിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആശയപരമായി മാരേജ് എന്ന് പറയുന്നതിൽ തന്നെ ലവ് എന്നുള്ളൊരു സാധനം ഇൻക്ലൂഡഡ് ആണല്ലോ. പക്ഷേ ഇവിടെ പലപ്പോഴും ഇത് വേറൊരു രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പിന്നെ ഒരു വൈബ് കല്യാണത്തിന് ശേഷം കിട്ടണമെന്നില്ല. കാരണം ഈ രണ്ടുപേരെയും കല്യാണത്തിന് മുമ്പ് എന്താ വെച്ചാൽ ഒരാൾ അവനവൻ്റെ സ്ഥലത്തും മറ്റാൾ വേറെ സ്ഥലത്തും, അയാളുടെ സ്ഥലത്ത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേഷനൊക്കെ. കല്യാണത്തിന് ശേഷം എന്താ വെച്ചാൽ ഒരേ സ്ഥലത്തായി പോകുമ്പോൾ ഉള്ള, വേറെ സ്ഥലത്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാലും ഇവർ ഒരുമിച്ചുള്ള ടൈം എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അപ്പോൾ അടിക്ക് സാധ്യതയുണ്ട്, അടി തല്ലി അല്ലേ, അങ്ങനെ. കാരണം അതുപോലെ അവനവൻ്റെ പേഴ്സണൽ സ്പേസിൽ വേറൊരാളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇവർ പറയണത്. ഈ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിയാണ്, എന്നെ സംബന്ധിച്ചുള്ളത് ശരിയാണ്. ജീവിക്കാനല്ല ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചത്. ഒരാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങൾ പറയാനല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു OV വിജയൻ എന്നുള്ള വാക്ക് പറയണത് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാന്ന് ഞാൻ ഇടയ്ക്ക് തമാശക്ക് പറയാറുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിനെ മാറ്റി നമ്മൾ തന്നെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് ഭയങ്കര ഒരു ഫൈറ്റാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ത് വേണം എന്ത് വേണ്ട, എങ്ങനെയാണ് ജോലി, നമുക്ക് ഉപജീവനം നടത്തണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ 8 മണിക്കൂർ 10 മണിക്കൂർ നമ്മൾ ഉപജീവനത്തിനുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 10 മണിക്കൂർ ആ ജോലിക്ക് പോകും. ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ വീട്ടില് നമ്മള് ഈ അടിക്കുക, തുടയ്ക്കുക, തുണി കഴുകുക. പിന്നെ മാത്രമല്ല ഈ നമുക്കൊരു ഇരിക്കാൻ ഒരു വീട് വേണം. മറ്റേ നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോ താമസിക്കണേ, അവിടെ ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഇതൊക്കെ നമ്മൾ അരി മേടിക്കണം, ഉപ്പ് മേടിക്കണം, മുളക് മേടിക്കണം, ഇതില് പഞ്ചസാരയിൽ ഉറുമ്പ് കയറും, അത്തരത്തിലുള്ള അല്ലെങ്കിൽ അടിച്ചു വാരണം, തുടയ്ക്കണം, കറണ്ട് ചാർജ്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. വെച്ചാൽ അത് നമ്മുടെ നിലനിൽപ്പുമായിട്ട് ഉള്ള ആവശ്യങ്ങളാണ്. ഇതിന് അധ്വാനവും സമയവും ഇതൊക്കെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് സൊസൈറ്റി നിറവേറ്റി തരാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. എന്നിട്ട് പല രാജ്യങ്ങളിലും ഞാൻ കണ്ടേക്കണ കുറച്ചും കൂടി ഡെവലപ്ഡ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ സൗകര്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അറിയോ, മിഥുനം സിനിമയിൽ ഉർവശി പറയുന്നില്ലേ, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പറയണം, ഞങ്ങളുടെ സുന്ദരിയാണ് പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറയുന്നു. ഇപ്പം ഒന്നുമില്ല, കത്തുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ കത്തിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞുള്ള ലൈഫ്, ഒരുമിച്ചുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണവർ അതിൽ റൊമാൻറ്റിക് ആവണമെന്നില്ല. പക്ഷേ റൊമാൻറ്റിക് ആകുമ്പോൾ വേറെ വേറെ വഴികളൊക്കെ ഉണ്ട്, ഇത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാത്രമല്ല കേട്ടോ, ലൈഫല്ലേ, നമ്മൾ ഈ തിയറി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അത് നമ്മൾ അനുഭവിച്ച് അങ്ങനെ ഒരു ലെവലിലാവും. കുട്ടികളെ വളർത്താനോ വയസ്സായവരെ നോക്കാനോ അതുപോലെ തന്നെ നമ്മുടെ വൃത്തിയുള്ള ഫുഡ് കിട്ടാനോ ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ സാമ്പത്തികം വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ റിയാലിറ്റി അറിഞ്ഞിട്ടല്ല പലപ്പോഴും ഈ പ്രേമം എന്ന് പറയുന്നതോ പ്രണയം എന്ന് പറയുന്ന കാലം നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ കാമുകരെ അല്ലെങ്കിൽ കാമുകിയെ കാണാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കാണാൻ പോകുമ്പോൾ കൃത്യമായിട്ട് അതിനു വേണ്ടി സമയം ചെലവഴിച്ച് ഞാൻ പോകുന്നു, അവിടെ വയ്ക്കുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഈ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഒന്നും അല്ല, അത് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞൊരു വശമുണ്ട്. ഇത് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ വരാവുന്ന ഒരു കാര്യമാണ്. യെസ്, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കാമുകിൻ്റെ സ്മെല്ല് വളരെ ഇഷ്ടമാണ് വിചാരിക്കുക, അല്ലെങ്കിൽ അവളെ കാണാൻ അല്ലെങ്കിൽ അവനെ കാണാൻ രസമാണ്, ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്, അങ്ങനെയൊക്കെ ഇവരുടെ കല്യാണം കഴിക്കണം വിചാരിക്കുക, ഡ്രസ്സിങ് അടിപൊളിയാണെന്നൊക്കെ. കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇയാൾ എത്രത്തോളം അല്ലെങ്കിൽ ഇവൾ എത്രത്തോളം ഊളയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അവർ ചിലപ്പോൾ ഒരാൾക്ക് ബാത്റൂം ക്ലീൻലിനെസ് ഉണ്ടാവില്ല, കാര്യമായിട്ട് നമ്മൾ വിചാരിക്കണ മാതിരി ആയിരിക്കില്ല. അവർ ചിലപ്പോൾ ഭയങ്കര പുറമേ കാണുമ്പോൾ അടിപൊളിയായിരിക്കും,
പക്ഷേ ഇവർ നിത്യജീവിതത്തിൽ ഭയങ്കര ബോറായിരിക്കും പലപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കണ ഒരു സ്മെല്ലും തോന്നില്ല, ഒരു ഒറിജിനൽ സ്മെല്ലും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ബാത്റൂം പലർക്കില്ലേ, ഒരാൾ കക്കൂസ് പോയിട്ടുണ്ടെങ്കിൽ ആ കക്കൂസ് നമ്മൾ ഉപയോഗിക്കാതെ പറഞ്ഞാൽ പലർക്കും പ്രശ്നം. എനിക്ക് വിഷയമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്. എന്നേതിൽ ഞാൻ അത്ര നീറ്റായിട്ട് നടക്കണം എന്ന് വിചാരിക്കണ ആളൊന്നല്ല. വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നീറ്റാവുക, നമുക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നീറ്റായിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു സാധനത്തിലാണ് ഞാൻ പലപ്പോഴും പിടിക്കാറുള്ളത്. എപ്പോഴും അല്ല, പലപ്പോഴും. പിന്നെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെ അതിനനുസരിച്ചിട്ടൊക്കെ ആവുക. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കംഫർട്ടബിളായ രീതിയിൽ ജീവിക്കാമെന്ന് വെച്ചാൽ ചില ആളുകൾ അങ്ങനെയല്ലോ ഭയങ്കര. ഇപ്പോൾ ഫഹദ് ഫാസിൽ ഏതാ സിനിമ, നോർത്ത് 24 കാലത്തിലില്ലേ, അവ എന്നിട്ട് അവസാനം അവനിഷ്ടമുള്ള പെണ്ണ് വരണത് ഏതാ അവസ്ഥ നോക്കല്ലോ. അത് അവർ എക്സ്ട്രീം ഇത് എന്നല്ല പറയണത്. ഒരാൾ ഭയങ്കര ബുദ്ധിരാക്ഷസൻ, മറ്റോള് പറയണ പോലെ വൃത്തിരാക്ഷസൻ. മറ്റോള് അങ്ങനല്ല, അവൾ സാധാരണ മജ്ജുമാർ പെരുമാറുന്ന പോലെയാണ് അവളുടെ ഇതിന്. അത് പ്രത്യേക വൈബിൽ വേറൊരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചില ആളുകൾക്ക് ഇത് സെറ്റാവില്ല, ചിലവർക്ക് അത് സെറ്റാവും, ചിലവർക്ക് സെറ്റാവും ടൈം എടുക്കും, ചിലവർക്ക് തുടക്കത്തിൽ സെറ്റാവും പിന്നെ കത്രയാവും, തീരെ അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബാത്റൂം ഹാബിറ്റ്സ്, അതേപോലെ ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. ചിലവർക്ക് അവർ റൊമാൻറ്റിക്കായ സെക്സിൻ്റെ ടൈമിലൊന്നും ചിലതൊന്നും തീരെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ വിഷയം ഉണ്ടാവും. ചിലവർക്ക് സ്മോക്കിംഗ് ഇഷ്ടാവില്ല, പ്രേമിക്കുന്ന സമയത്ത് സ്മോക്ക് ചെയ്യണമൊന്നും ഉണ്ടാവില്ല ചെങ്ങായി അല്ലെങ്കിൽ പെണ്ണ്. പിന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ സ്മോക്ക് ചെയ്യൂലേ, ഇയാളത് ചെയ്യൂലേ, അത് ഉപയോഗിക്കൂലേ, ഇത് ഉപയോഗിക്കൂലേ എന്നൊക്കെ പലതും സംഭവിക്കാം. ഞാൻ പറഞ്ഞ ഭാര്യ ഭർത്താവും തമ്മിൽ മാത്രമല്ല, എല്ലാ ബന്ധുക്കളും, രണ്ട് നല്ല സൗഹൃദങ്ങള്, കൂട്ടുകാരും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, ചില ആൾക്ക് ഭയങ്കര പൊസീവ്നെസ് ആവും. പ്രേമിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി അല്ലെങ്കിൽ മറ്റോളിനെ വല്ലാണ്ട് കെയർ ചെയ്യണം, കുറേ നേരം വിളിക്കണു, എൻ്റെ കാമുകിനെ എപ്പോഴും വിളിക്കണു, എൻ്റെ ചേട്ടനെ എപ്പോഴും വിളിക്കണു, കാമുകൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും സംഭവം. കല്യാണം കഴിഞ്ഞ് ആയിട്ടും ഇതിങ്ങനെ എപ്പോഴും പിന്നെ നടക്കുമ്പോൾ പ്രാന്താവും അല്ലേ, നമുക്ക് നമ്മുടെ പ്രൈവസി വേണ്ടേ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ തുടക്കത്തിൽ ഇത്രയും കെയറിങ് കിട്ടിയിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർ വിചാരിക്കാം നമ്മളെപ്പോഴും എല്ലാ ദിവസവും കാണുന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താവല്ലേ, നമുക്ക് ഒരുമിച്ച് കുറേ ടൈം കിട്ടില്ല, അപ്പോൾ പിന്നെ എന്തിനാ എപ്പോഴും വിളിക്കണമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഒരാൾ വിചാരിക്കും പണ്ട് ഇങ്ങനെ നല്ലല്ലോ എപ്പോഴും വിളിച്ചായിരുന്നു, അങ്ങനെ സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ റിയാലിറ്റിയില് കുറിച്ച് മനസ്സിലാക്കുക, ഇതിന് കോമൺ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. അതിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന്റെ സമയം കുറയ്ക്കാനായിട്ടുള്ള, എന്നിട്ട് നമ്മുടെ മറ്റ് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും ചെയ്യുന്നത്, വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കും. ഇങ്ങനെ അവരെ ആശ്രയിക്കാനുള്ള അത് പ്രായോഗികമല്ല. അത് ആ സ്ത്രീയുടെ ഇത് നഷ്ടപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. മക്കളെയൊക്കെ അമ്മയുടെ അടുത്ത് ഒന്നാക്കിയിട്ട് ഇവര് വളരെ ഫ്രീഡം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ധാരാളം പൈസ ഉണ്ടെങ്കിൽ ജോലിക്ക് ആൾക്കാരെ വെക്കാം, പക്ഷെ നമുക്ക് പലപ്പോഴും അത്രയധികം അങ്ങനെ ചിലവഴിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കേണ്ടി വരും മിക്കവാറും നമുക്ക് ജീവിക്കാനുള്ള പൈസ. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള വേറൊരു ശൈലിയുള്ള ജീവിതം അത് നമ്മൾ എന്താ പറയാ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. പലപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കുറെ കൂടി നമ്മൾ ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെ, അല്ലെങ്കിൽ ആരാണോ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത്തരം സാധനങ്ങൾ. കാരണം അവർക്കാണ് കൂടുതൽ ആവശ്യം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ജീവിത രീതികൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കോമൺ കിച്ചൺ, കോമൺ ക്ലീനിങ്, സ്പേസിൽ ഓരോരുത്തരും വലിയൊരു വീട് വെച്ച് ഓരോരുത്തരുടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ചെറിയ സ്പേസിൽ നമ്മൾ കൂടിയിരിക്കാനും എന്നതൊക്കെ ബാക്കിയെല്ലാം പൊതു സ്പേസിലാവുകയാണെങ്കിൽ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി ചെറിയൊരു സ്പേസും ബാക്കി പൊതു ഭക്ഷണം പാകം ചെയ്യലും ഇതൊക്കെ, അപ്പൊ നമുക്ക് ധാരാളം സമയം കുറെ കൂടി കിട്ടും. ആഹ്ലാദമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെ ഒരു ജീവിത രീതികൾ ഇതിൽ പലപ്പോഴും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലിവിങ് ടുഗെദർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ കുറേ പൊട്ടത്തരങ്ങളുണ്ടായിരിക്കും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ പേഴ്സൺക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഒരുമിച്ച് ജീവിക്കുക പറഞ്ഞാൽ സെക്സ് എന്ന സാധനം അങ്ങനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആളുടെ ഇപ്പോൾ ബാത്റൂം ആയിട്ടുള്ള ഹാബിറ്റ്സ്, അതേപോലെ എങ്ങനെയാണ് അവരൊരു ദിവസം കടന്നു പോകുന്നത്, അവരിപ്പോൾ പുറമെ അടിപൊളിയായിട്ട് നീറ്റായിട്ടും നല്ല രസമായിട്ടും നമുക്ക് അട്രാക്റ്റീവായ രീതിയിലൊക്കെയാണ് അവരെ പെരുമാറ്റമെങ്കിലും അവർ നിത്യജീവിതത്തിൽ ഒരു വർഷം അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ക ഫേക്കായവരെന്നല്ല, വേറെ ഡിഫറെൻ്റ് ആയവർ. ഈ ഐറണി മനുഷ്യരിലുണ്ടല്ലോ. അപ്പോൾ പുറമേ തെറിയൊന്നും വിളിക്കാത്ത നല്ല നീറ്റായിട്ടൊക്കെ സോക്കോൾഡ് നീറ്റായിട്ടൊക്കെ പെരുമാറുന്ന ആളുകൾ ചിലപ്പോൾ ഉള്ളിൽ പച്ചത്തെറി വിളിക്കണവരായിരിക്കും.
അത് ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് അതിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ചിലവർ പബ്ലിക്കായിട്ടുള്ള നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിച്ചിട്ട് നടക്കണമായിട്ടുണ്ടായിരിക്കും. അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനസ്സിലാവും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റും. ഇപ്പോൾ പ്രശ്നേഷിൻ്റെയൊക്കെ വിഷയത്തിൽ പ്രശ്നേഷിൻ്റെ പെങ്ങൾ പറഞ്ഞ സാധനമുണ്ട്. പ്രശ്നേഷ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടാണ് കജ്ജ് എന്താ മൂപ്പര് തണ്ണിമത്തനായിട്ട് സാനിറ്റൈസർ വെച്ചിട്ട് കഴുകിയിട്ടൊക്കെ കഴിക്കാറ്. അപ്പോൾ അതുപോലെ ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് കൈ ക്ലീൻ ആക്കണം. നിങ്ങളൊരു മനുഷ്യൻ പേഴ്സണൽ ഹൈജീൻ തന്നെ കാര്യമായിട്ടില്ല എന്ന് പറയുന്നത്. നമ്മൾ മൂപ്പരെ അവഹേളിക്കല്ല കേട്ടോ, പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിലേ കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആൾ കോമ്പാറ്റബിളാണ് അല്ലേന്ന്. പക്ഷേ ഇത് ചിലവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കണവരെ കൂടെ ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. എന്തപ്പോൾ അത് ആ വേറെ താല്പര്യമാണ്. സത്യം പറഞ്ഞ കല്യാണം പേടിയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഒന്നാമത്തെ എനിക്കുള്ള ബോധമില്ല, ഈ പറഞ്ഞ ഒരു കാര്യമില്ല. ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ വയ്യ, പിന്നെയാണ് വേറെ ആളുടെ കൂടെ. അതിന് നമ്മൾ പ്രാക്ടിക്കലാവുന്നതാണ്, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പുതിയ തലമുറ. അതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഗതി. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ, കല്യാണം കഴിച്ചവർ, കല്യാണം കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ മറ്റുള്ളവർ ഉപദേശിക്കുന്നവർ, ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു സംഗതി കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു സംഗതി ചെയ്തത്. പിന്നെ എനിക്കതിനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ അത്ര കംഫർട്ടബിളായ ആളൊന്നുമല്ല. ഇത് നമ്മൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാര്യമായിട്ട് വീഡിയോസൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ചെയ്തു തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ പൊതുവേ റിയാക്ഷൻ വീഡിയോസാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും കംഫർട്ടബിളായി വരുന്നേ ഉള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ കാര്യങ്ങളുണ്ട്. സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.